ഗൈസ്, അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച്. ഇച്ചയ്ക്ക് വയ്യാതിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് ഇച്ചയ്ക്ക് ഭയങ്കര ഛർദിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താണെന്നറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എന്താണ് അസുഖങ്ങളായിട്ടൊന്നും ഇതുവരെ അല്ലെ. ഒരു വീട്ടിൽ വന്ന് ആദ്യത്തെ ഒരു ടൈമിൽ ഞാൻ അലക്കുകല്ലിൽ ആഗ്രഹത്തിനെ ഒന്ന് അലക്കി എനിക്ക് നെഞ്ചിൽ നീര് വീണ് ചുമയും പനിയൊക്കെ അങ്ങനെ വന്ന് അതിൽ പിന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ പോകേണ്ട കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ പോകാറായപ്പോഴത്തേക്ക് ചായ ഇവിടെ ഇരിപ്പുണ്ടോ. ചായ എങ്ങനെയുണ്ട്? 2 ദിവസത്തെ പരിപാടികൾ എങ്ങനെയുണ്ട്? ഇച്ചയുടെ കണ്ണിൻ്റെ ഇച്ചയുടെ കണ്ടത് നമ്മുടെ കർത്താവിൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഇട്ടാണ് ഇന്നലെ നേഴ്സ് കുത്തിയതട്ട കറക്റ്റായിട്ട്. അപ്പോൾ ആ ടാറ്റുവിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തുനിന്ന് കേൾക്കണുണ്ടായിരുന്നു. ടാറ്റുവിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ അതെ ഭയങ്കര കെയറിങ്ങാണ് ചൈക്ക്. ഒരു സിസ്റ്റർ ജനലിന്റെ അപ്പുറത്തൂടെ നിന്ന് സംസാരിക്കുന്നു, ഒരു സിസ്റ്റർ അടുത്തുനിന്ന് സംസാരിക്കുന്നു അല്ലേ ചെയ്. അപ്പൊ അതേപോലെയും പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് കൊണ്ടുപോയത്. ഇച്ചായി പറഞ്ഞാൽ ഓക്കെ ആവും സാധാരണ. ഇച്ചായിക്ക് എന്തോ ഫുഡ് കഴിച്ചിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല 2 ദിവസം മുമ്പ്. അപ്പം അത് എന്താ പറയാ, അത് ഇങ്ങനെ ഛർദ്ദിച്ച് പോകണുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇച്ചായിക്ക് ഞങ്ങൾ സാധാരണ അങ്ങനെ കഴിക്കുമ്പോൾ ഗുളിക മറ്റേ ദഹനത്തിന്റെ ഗുളിക വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ എല്ലാം മാറുന്നതാണ്. പക്ഷെ ഇച്ചായി ഏമ്പൊക്കെ പിടിപ്പോൾ ഭയങ്കര സ്മെല്ല് അല്ലെ. എന്ത് സ്മെല്ലാണ് ചെയ് ഡോക്ടർ പറഞ്ഞത്? കള്ള് ചീഞ്ഞൊരു സ്മെല്ലെന്ന് അല്ലെ. കള്ളിന്റെ ഒക്കെ സ്മെല്ല് പോലെ ഡോക്ടർ ഇങ്ങനെ കള്ള് കുടിച്ചാന്നാണ് ചോദിച്ചത്. ഇച്ചായി കള്ള് കുടിക്കാറില്ല ഇച്ചായി അല്ലെ. ഇച്ചായിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കള്ള്. ബിയർ അടിക്കോട്ടെ, ബിയർ കാര്യങ്ങളൊക്കെ പറയണല്ലോ നമുക്ക്. എനിക്ക് കുഞ്ഞിലൊരു ഓപ്പറേഷൻ ഉണ്ടായത്. അത് കാരണം എനിക്ക് ഫുഡ് മര്യാദക്ക് അല്ലെങ്കിൽ എനിക്കതൊരു പണി കിട്ടും. അത് 2 വയസ്സോ 3 വയസ്സുള്ളപ്പോൾ കണ്ടു വലിയൊരു ഓപ്പറേഷൻ നടന്നത്. അങ്ങ് അമേരിക്കയിൽ നിന്ന് ഡോക്ടർ ഒന്ന് എത്തിയതാണ്. അന്നത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും അങ്ങനെ എനിക്ക് വയറ് ഫുഡ് നോക്കിയാൽ കഴിക്കാം. ഇന്നലെ ഞാൻ ഉറങ്ങിയപ്പോൾ 3 മണി. എനിക്ക് അതൊരു പ്രശ്നമില്ല. ആ ഫുഡ് തന്നെയുള്ള ഞാൻ കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ രാത്രിയൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് ടെൻഷനാണ്. ഇച്ചായിക്ക് ബുദ്ധിമുട്ട് വന്നിട്ട് ഞാൻ പിന്നെ കുറേ കമൻസൊക്കെ കൊടുക്കാനില്ലായിരുന്നു. ഞാൻ അതൊക്കെ ഇരുന്ന് കൊടുത്ത് അത് കഴിഞ്ഞിട്ടും ഞാൻ ഇച്ചാൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടും എനിക്ക് ഉറക്കം കിട്ടല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ കുറച്ച് നേരം AC ഒക്കെ ഇട്ട് കിടന്ന് ഉറക്കം വരാൻ വേണ്ടിയിട്ടേ AC കുറച്ച് നേരം ഇട്ട് എന്നിട്ടും എനിക്ക് അങ്ങനെ ഉറക്കം ശരി. പിന്നെ ഞാൻ ഇച്ചാൻ അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോഴത്തേക്കും അങ്ങോട്ട് ഉറങ്ങിപ്പോയി അല്ലേ. അപ്പോൾ അതേ ഇച്ചായിക്ക് ഡോക്ടർ പറഞ്ഞ് ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ലൈറ്റായിട്ടൊരു പ്ലേറ്റ് ഒരു ചായ ലൈറ്റ് അല്ലാതെ ബ്രെഡ് അതായത് ഡോക്ടർ ഇന്നലെ പറഞ്ഞു തന്നത് വയറിന്റെ ഉള്ളിൽ ദഹിക്കാതെ കിടക്കുന്നത് അതങ്ങാട് പോട്ടെ, അതുകൊണ്ട് കഞ്ഞി പോലും കുടിക്കരുത്. അതെ, കഞ്ഞി പോലും കുടിക്കരുതെന്ന് പറഞ്ഞു. കറുത്തതിന്റെ കണ്ണിലിട്ടാണ് കുത്തിയത്. തമ്പായി ശിക്ഷിക്കുന്നു. പിന്നെ അതേ മരുന്നുകൾ തേടിക്കണം. എവിടെയൊക്കെ നിൽക്കും. ഇപ്പൊ ഇതെല്ലാം കഴിക്കണം. 2 നേരം വെച്ച് കഴിക്കണം. അധികം ഒന്നും തന്നിട്ടില്ല കേട്ടോ. അത് മാറിയാട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഗുളിക കഴിക്കണം. ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. അപ്പം ഞാൻ ഇച്ചായിക്കൊന്ന് ഗുളിക കാര്യങ്ങൾ കൊടുക്കട്ടെ. മനഃപൂർവ്വം. അപ്പം ഞാൻ വിനോദേൻ്റെയൊക്കെ കടയിൽ വന്നേക്കണ കേട്ടോ. വേറൊന്നുമല്ല, ഇനി 2 ദിവസം കടയിലേ ഉള്ളൂ. അപ്പോൾ കഴിച്ചിട്ടൊക്കെ ഇച്ചിരി പുട്ടും പരിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി പുട്ടും പരിപ്പ് തന്നെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിനോദ ചേരിക്ക് അവിടെ പാല് തന്നെയാണ് സ്നേഹമായിട്ട് ഇച്ചിരി ആക്കി തന്നെ തരുവല്ലേ. ബൂസ്റ്റിലെന്ന് പറയാനേ ബൂസ്റ്റ് ഇട്ടാ നിനക്ക് തരാനിട്ടാണ്. അപ്പൊ ചേച്ചി അല്ലെങ്കിലും ബിനീഷക്ക് ചായ എന്ത് കൊടുത്താലും ശരി ചേച്ചിനെ കുറ്റം പറയും ബിനീഷ. അതുകൊണ്ട് ഞാനിപ്പോ പാല് എടുപ്പിക്കാറുണ്ട്. അല്ലേ, അതാകുമ്പോ ഒരു കുറ്റമൊന്നും പറയാൻ പറ്റൂല. ഇതെനിക്കുള്ള കട്ടൻ ചായ അല്ല. അതെ, ഞങ്ങൾ പോണെന്ന് പറഞ്ഞ സങ്കടത്തിലാണ് ചേച്ചി. സങ്കടമുണ്ടാ? അതേ ഞങ്ങളോട് പറഞ്ഞേക്കണേ ഇനി ഞായറാഴ്ച ചെയ്യുമ്പോഴത്തേക്ക് ഈ വഴി വരരുതെന്ന് പറഞ്ഞേക്കണേ. ഞായറാഴ്ച ആകുമ്പോൾ ഇവിടെ കല്ലെറിഞ്ഞിട്ട് പോകാൻ പറഞ്ഞേക്കണം. ഞങ്ങൾ വിനോദേൻ്റെ കടയിൽ ഇവിടെ വന്നിട്ട് നമ്മുടെ ഗ്യാസ് കുറ്റി വിനോദേൻ്റെ ഒക്കെ യൂസ് ചെയ്യാൻ കൊടുത്തു. കാരണം ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കുറ്റിയും റെഗുലേറ്ററും കൊണ്ടുപോയി നമ്മൾ കൊടുക്കണം. എന്നാലേ നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള, അതായത് ജില്ല മാറുന്നുണ്ടല്ലോ, ആലപ്പുഴ മാറിയിട്ട് തൃശ്ശൂരിലോട്ട് മാറുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പേപ്പർ തന്നിട്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് കുറ്റി റെഗുലേറ്റർ വേറെ സെപ്പറേറ്റ് തരുള്ളൂ. നമ്മൾ ഈ ജില്ലയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അവരെന്തോ ട്രാൻസ്ഫർ അടിച്ച് തന്നു വിടുകയുള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ജില്ല മാറിയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ അതേ ഞങ്ങളുടെ ഗ്യാസ് കുറ്റി തീർക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് അല്ലേ. ഞാനിവിടെ ഉണ്ട്. എന്താണ്
അപ്പൊ വിനോദനോട് ഉണ്ടപ്പൊരി അത് വേണ്ട ഉണ്ടപ്പൊരിയാന്ന് തോന്നുന്നു. അടപ്പാ ഗ്യാസ് അടപ്പാ. അപ്പൊ ഞാൻ അവിടെ ഇത് എത്തിക്കും. അയ്യോ സ്റ്റവ് എല്ലാം പുതിയതാണ്, അങ്ങോട്ട് കൊണ്ടുപോകണം, ഒന്നും പഴയത് കൊണ്ടുപോകണില്ല. അതല്ലെങ്കിലും പുതിയ വീട്ടിൽ കൊണ്ടുപോകാൻ കൊള്ളിയല്ലോ. അതെ, അത് വാടക വീടാണ്, പുതിയത് വെച്ചിട്ട് പോണല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടമ്പൊരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നമ്മുടെ ഗ്യാസ് വെച്ച് ഗ്യാസ് തീർത്താലേ നമുക്കിനി അതുകൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് ചെല്ലാനത്തോട് ഞങ്ങൾ പോയിക്കൊണ്ട് ചെല്ലാനല്ല കണ്ടമാലിയിലോട്ട് പോകണേ, ഞങ്ങൾ ചെറിയ ആവശ്യമുണ്ട്, അതിനോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതേ അവിടെ പോയിട്ട് അതേ ചെമ്മീൻ അങ്ങോട്ടേക്ക് മാളയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെമ്മീൻ, പിന്നെ അതേ പല്ലിമീനില്ലേ പല്ലിമീൻ, അതെ പല്ലിമീൻ, പിന്നെ ഒരിത്തിരി പള്ളത്തി 100 രൂപയുടെ പള്ളത്തിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതേന അപ്പോൾ ഇതേന ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കറിയൊക്കെ ഇല്ലാത്തപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഇവിടെ എന്തായാലും ഇടക്ക് വരും, അപ്പോൾ ഇടക്ക് വരുമ്പോഴത്തേക്കും ബാക്കി തീരുമാനിച്ച് വാങ്ങാം. പിന്നെ ഇന്ന് എൻ്റെ ഉച്ചക്കത്തെ കറി ഇതാണ്. ഇച്ചായിക്ക് വയ്യാത്തോണ്ട് കഞ്ഞി തന്നെയാണ് ഞങ്ങൾ കുടിക്കണം. പിന്നെ ഗ്യാസ് ഊരി ഇവിടത്തെ കേട്ടോ, ഗ്യാസ് ഇവിടെ നിന്ന് ഊരിയിട്ട് നമ്മൾ വിനോദൻ്റെ കടയിലോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് ഗ്യാസ് തീർത്തിട്ട് കൊണ്ടുപോയി കുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. വിനോദൻ്റെ അവിടെ പിന്നെ കത്തിച്ച് തീരുമ്പോൾ നമ്മൾ ഓൾറെഡി തീരാറായിട്ടിരിക്കണേന് ഇതായിക്കോളും. ഇച്ചായി അവിടെ ജെപ്പുവിനോട് വർത്താനം പറഞ്ഞിരിക്കണേന്. ജെപ്പു ആൻഡ് ഫാമിലി നോക്കൂ, ജെപ്പു നാനി ജെപ്പു ഹായ് കേട്ടാ. ജെപ്പുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കണേന്. ഇച്ചായി കഞ്ഞിയും പപ്പടം കഴിക്കുന്നു, ഞാൻ കഞ്ഞിയും അച്ചാറും കഴിക്കുന്നു. ഞങ്ങളുടെ ഇസാപ്പി ഹായ് ഹായ് ഹാർട്ട് തന്നെ ഹാർട്ട് വരട്ടെ. പിടിച്ചോട്ടെ, ഇപ്പൊ കൊച്ചു ഹാർട്ട് വിടോട്ടെ, എല്ലാരും കണ്ടോട്ടാ. വന്നില്ലല്ലോ ഹാർട്ട്, മലയാ കുടിക്ക്. അങ്ങളും പിടിച്ചിട്ട് വന്നില്ല. ഹാർട്ട് കണ്ടാ. വാട്സപ്പ് വീഡിയോ കോളിൽ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെയുള്ള ഞാൻ ഉച്ചവരെയുള്ള കാര്യങ്ങൾ. ഇനി കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോട്ടെ. ഞാൻ അതിന് മുമ്പ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സംഭവം കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. അപ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ഇന്ത്യൻ മെറ്റീരിയൽ വരുന്ന ചെറിയ ചെറിയ രോമങ്ങൾ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ രോമങ്ങളൊക്കെ നമ്മൾ ചിലവർ ഷേവ് ചെയ്ത് കളയും അല്ലേ. ഷേവ് ചെയ്ത് കളയുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ ഷേവിങ് സെറ്റിൻ്റെ സംഭവം എടുത്തിട്ട് ഷേവ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ബ്ലേഡോ അങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ട് മുറിവ് വരാം നമുക്ക്. അപ്പം നമ്മുടെ ഡ്രംസിൽ വരുന്ന എന്താ പറയുക ചെറിയ ചെറിയ രോമങ്ങളും എല്ലാം നമുക്ക് കളയാൻ പറ്റിയൊരു ഐറ്റമാണ് ഞാൻ കാണിച്ചത്. പെട്ടെന്ന് നമുക്ക് ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്കത് കളയാൻ വേണ്ടി സാധിക്കും. പിന്നെ അതേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രംസിൽ വരുന്ന ഡാർക്ക് സ്പോട്ട്, അതായത് ഡാർക്ക് കളറുകൾ ഉണ്ടാവില്ലേ, ഡാർക്ക് എന്താ പറയുക കളറ് കത്തിരിക്കുന്ന ആ ഒരു അതൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ബാഡ് സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ ആ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഇതുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാകും. പിന്നെ എവർടീനിൻ്റെ ബിക്കിനി ലൈനാണ്, നാച്ചുറലാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സ്മെല്ല് കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് രോമങ്ങൾ കാര്യങ്ങളെല്ലാം കളയാനും സാധിക്കും. നമുക്ക് ടെൻഷൻ ഒന്നുമില്ല. നമുക്ക് നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഷേവ് ചെയ്ത് കളയുന്നവരുണ്ടാവും. അപ്പോൾ ഷേവ് ചെയ്ത് കളയുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷനൊക്കെ പൊട്ടോ എന്നുള്ളൊരു പേടിയുണ്ടാവും. ഇങ്ങനെ ആ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ഇതുകൊണ്ട് പേടിക്കണ്ട. എവർടീൻ്റെ ബിക്കിനി ലൈൻ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളല്ല. നമ്മളൊരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ക്രീം ഒന്ന് ജസ്റ്റ് തേച്ച് വെച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്ത് കളയാവുന്നതാണ്. ഇതാണ് ബിക്കിനി ലൈൻ എവർടീനിൻ്റെ കേട്ടോ. ഇതിൽ ഞാനിത് കുറച്ച് യൂസ് ചെയ്തായിരുന്നു. ഞാൻ യൂസ് ചെയ്തായിരുന്നു കേട്ടോ. 2 തവണ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. നമ്മൾ ഷേവ് ചെയ്യുന്നതിനേലും കുറച്ച് ബെറ്ററായിട്ട് നമുക്ക് ഷേവ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ആ രോമത്തിൻ്റെ കുത്തുകൾ നമുക്ക് അത് ഫീൽ ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ. പക്ഷെ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാം. പിന്നെ അതേപോലെ നമുക്ക് സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടുന്നവർക്ക് ഇത് യൂസ് ചെയ്ത് അതിനിടയിൽ പുറത്തോട്ട് പോകാൻ മുമ്പ് നമുക്ക് നമ്മൾ കുളിക്കുന്ന ടൈമിൽ ഇതൊന്ന് തേച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് തന്നെ നമുക്ക് കളയാനുള്ള എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. കാരണം ക്രീം മാത്രം തേച്ചിട്ട് ഇത് എങ്ങനെയാണ് കഴുകിക്കളയോ അങ്ങനെയൊന്നുമില്ല. അതിനുള്ളൊരു ഇതുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കിത് ധൈര്യമായിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് 2 എണ്ണം, അത് ട്വിൻ പാക്കാണ് കേട്ടോ. 2 എണ്ണം ഒരുമിച്ചുള്ളതാണ്. ട്വിൻ പാക്കാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 358 രൂപയാണ് 2 എണ്ണം ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചാളത്തേക്ക് 358 രൂപ വാങ്ങിയിട്ട് കുറച്ചാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ക്രീം നമുക്ക് യൂസ് ചെയ്യുക എന്നുള്ളത്, അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ കയ്യിലത് ഇവിടെ കണ്ട
ഇവിടെ കുറച്ച് രോമമുണ്ട്, അത് ഞാൻ ആ വിരലിൻ്റെ അവിടെ. അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞാൻ ആ രോമത്തിൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ തേക്കുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ക്രീം ഇട്ടിട്ട് തേക്കണമെങ്കിൽ തേക്കാം, ഇല്ലെങ്കിൽ ഈ ക്രീമിൻ്റെ ക്രീമാണ് ഇതിൻ്റെ ഇവിടെ കുറച്ചിങ്ങനെ തേച്ചിട്ട് നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. കേട്ടോ കേട്ടോ ഇങ്ങനെ തേച്ചിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് ഈ ഭാഗത്തിൽ നമുക്ക് തേച്ചെങ്കിൽ ഈ ഭാഗം കൊണ്ട് നമുക്കിങ്ങനെ വടിച്ചിങ്ങനെ കളയാം. അങ്ങനെയാണ് നമുക്കിത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതെന്തായാലും കാണിച്ചു തരാം എങ്ങനെയാണ് പോകണം എന്നുള്ളത്. എൻ്റെ കയ്യുടെ ഇവിടെ രോമം ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി ഇതിനകത്ത് നമുക്ക് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ക്രീമുകൾ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒന്ന് നമ്മൾ ടെസ്റ്റ് അടിച്ച് നോക്കണം. ഇതേപോലെ കയ്യുടെ എവിടെയോ അല്ലെങ്കിൽ ചെറിയ എവിടെയെങ്കിലും ഒന്ന് കുറച്ചൊന്ന് തേച്ച് നോക്കിയിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ. അലർജി കാര്യങ്ങൾ നമുക്ക് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം 358 രൂപയാണ്. അപ്പം നമുക്ക് വേറെ പേടിക്കാനോ ഇതൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ബിക്കിനി ലൈൻ വെച്ച് നമുക്ക് നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയൊക്കെ നമുക്ക് നല്ലപോലെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇത് വെച്ച് ക്ലീൻ ചെയ്ത് കാണിച്ചിട്ട് അപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് വന്ന് കാണിച്ചിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കണ്ട് ഈ വിരലിൽ കാണാറുണ്ടോ, കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ വിരലിൽ കാണുന്ന പോലെ തന്നെ എൻ്റെ ഇവിടെ ഈ വിരലിൻ്റെ ഇവിടെയൊക്കെ രോമമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഞാൻ നിങ്ങളെ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഈ വശം കൊണ്ടാണ് നമ്മൾ തേച്ചത്. ഇനി ഇപ്പോഴത്തെ ഈ വശം കൊണ്ട് നമുക്കത് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാവേ. ഞാനൊന്ന് ഇത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇപ്പം എന്തായാലും കളഞ്ഞിട്ടുണ്ട്, ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഇത് കണ്ടില്ല, ഈ കയ്യിലെ ഇത് കാര്യങ്ങളെല്ലാം പോയി. പിന്നെ അതുപോലെ തന്നെ വാഷ് ചെയ്യുമ്പോൾ എല്ലാവരും സോപ്പ് ഷാമ്പു കുടിച്ചൊന്നും വാഷ് ചെയ്യരുത്. നമുക്ക് എവർക്കിൻ്റെ ഒരു ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അത് വെച്ച് തന്നെ വേണം അത് വെച്ച് തന്നെ വേണമെന്നല്ല, നമ്മൾ ഷാമ്പു സോപ്പൊക്കെ വാഷ് ചെയ്ത്. പിന്നെ അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലവരൊരു തലേ ദിവസം ഷേവ് ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം തന്നെ ഈ ക്രീം അങ്ങനെ തേക്കരുത്. ഒരു 72 hours കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് വെച്ച് യൂസ് ചെയ്താൽ മതി. അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാനെല്ലാം താല്പര്യം ഉള്ളവർ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.